കണ്ണൂരിൽ വൈദികന് നേരെ ആക്രമണം. ബിഷപ്പ് ഹൗസിൽ ധനസഹായം ചോദിച്ചെത്തിയ ആൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കത്തി കൊണ്ടായിരുന്നു ആക്രമണം. വലത് കൈക്കും വയറിനും കുത്തേറ്റ ഫാദർ ജോർജ് പൈനാടത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ വധശ്രമം ചുമത്തി കേസെടുത്തു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ് ചേരുന്നു. സുമേഷ്, ബിഷപ്പ് ഹൗസിന് ഉള്ളിലെത്തിയാണ് ഈ മുഹമ്മദ് മുസ്തഫ വൈദികനെ ആക്രമിച്ചത്. ഒരു പെട്ടെന്നുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ എന്തിനാണ് കറിക്കത്തി, ഇയാൾക്ക് ഈ വൈദികനെ ആക്രമിക്കാനുള്ള കത്തി എവിടെ നിന്ന് ലഭിച്ചു? അങ്ങനെയെങ്കിൽ ഇയാൾ കരുതിക്കുട്ടി അവിടെ എത്തി ആക്രമിക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ടോ? ടോം, ഇന്നലെ ഉച്ചക്ക് 12 മണിയോടെയായിരുന്നു ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിൽ കാസർഗോഡ് ഭീമനടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ, ഇദ്ദേഹത്തിന് 69 വയസ്സാണ്. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിൽ പോലീസിന്റെ എഫ്ഐആർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇദ്ദേഹം കൂടി ബിഷപ്പ് ഹൗസിലെത്തുന്നു. ഇദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് പണമായിരുന്നു. അങ്ങനെ ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ബിഷപ്പ് ഹൗസിലെത്തിയ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഫാദർ അലക്സ് വടക്കുംതറയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് അലക്സ് വടക്കുംതറ നിർദ്ദേശത്തെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ ഇദ്ദേഹത്തെ സമീപിക്കുന്നതിന് വേണ്ടി, ഇദ്ദേഹത്തിന് പൈസ നൽകുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഈ പൈനാടം ജോർജ് പൈനാടം ഇദ്ദേഹത്തിന് 1000 രൂപ ധനസഹായം നൽകി എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ 1000 രൂപ ഇദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. അതിൽ ഇയാൾ ക്ഷുഭിതനായതിനു ശേഷം ഇദ്ദേഹം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ഈ വയറിനും അതുപോലെ തന്നെ കൈക്കും കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് പരാതിയെ തുടർന്ന് പോലീസ് എത്തുകയും ഇദ്ദേഹത്തെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും എന്താണ് ഇതിന് കാരണം എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഈ ഫാദർ ജോർജ് പൈനാടത്തിന്റെ സുമേഷ്, ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണ കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ? കാരണം ഇവിടെ ഒരു ധനസഹായം ചോദിച്ച് എത്തുന്നു. അങ്ങനെ ബിഷപ്പ് ഹൗസിൽ അല്ലെങ്കിൽ സാധാരണ പള്ളികളിൽ ആരാധനാലയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തിക സഹായം നൽകാറുണ്ട്. ഇയാൾ എത്ര രൂപ ചോദിച്ചു? മാത്രമല്ല, അങ്ങനെ ഈ പള്ളിയിലെത്തി അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലെത്തി ഒരു സാമ്പത്തിക സഹായം ചോദിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തിയാണോ ഇയാൾ? ടോം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഏതായാലും ഇദ്ദേഹത്തെ പ്രകോപിക്കാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, അതായത് ഈ സമയത്ത് ഇദ്ദേഹം ഈ ബിഷപ്പ് ഹൗസിലുള്ള സമയത്ത് 2 വിദ്യാർത്ഥിനികൾ അവിടെ എത്തുകയും അവിടെ ഇതുപോലുള്ള ധനസഹായം ആവശ്യപ്പെടുകയും ഈ 2 പേർക്കും കൂടി അവിടെ നിന്ന് 5000 രൂപ നൽകുന്നത് ഇദ്ദേഹം കണ്ടു എന്ന് കൂടി ഇപ്പോൾ ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5000 രൂപ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് 1000 രൂപ നൽകുകയും എന്തുകൊണ്ട് എനിക്ക് പൈസ കുറച്ച് നൽകി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നമായി ഇദ്ദേഹം അതിൽ കണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കം ഉണ്ടാവുകയും കയ്യിൽ കരുതിയിട്ടുള്ള കത്തിയെടുത്ത് ഇദ്ദേഹത്തെ കുത്തുകയും ചെയ്തുമായി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള പശ്ചാത്തലം എന്താണ്, ഇതേ മുൻപും ഇതുപോലുള്ള ഇത്തരം ആക്രമണം നടത്തുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഇദ്ദേഹത്തിനെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസിനെ ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി സാധിച്ചു. തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ സബ് ജയിൽ തുടരുകയും ചെയ്യുകയാണ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ. വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്.